ഇത് 2008 ഞങ്ങൾ തുടങ്ങിയത്. വളരെ ചെറുതായിട്ടാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് കുറച്ച് 2021 ആയപ്പോഴേക്കും കുറച്ച് വലുതാക്കി. അപ്പോൾ ഇത് തുടങ്ങാൻ കാരണം ഭാര്യയുടെ ഒരു താല്പര്യമാണ്. ഭാര്യയ്ക്ക് ഫുഡിനോട് വളരെ താല്പര്യമാണ്. അത് മാത്രമല്ല ഭക്ഷണം പാകം ചെയ്യാനും ഭക്ഷിക്കാനും ഒക്കെ താല്പര്യമുള്ളൊരു പാർട്ടിയാണ്. അങ്ങനെ തുടങ്ങി. ആളുടെ താല്പര്യമാണ് നമ്മൾ മുൻഗണന കൊടുത്തത്. തൃശ്ശൂർ ജില്ലയിലെ ലൊക്കേഷൻ എവിടെ വരുന്നത് സാറേ? തൃശ്ശൂർ ജില്ലയിൽ പഴുവിൽ എന്ന സ്ഥലത്താണ്, പഴുവിൽ വെസ്റ്റ്. നമുക്കിപ്പോൾ എത്രത്തോളം പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പോൾ? ഒരു 40-ലും മേലെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ. എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റുകളുണ്ട്. അതെ, പുട്ടുപൊടികളും അതേപോലെ ദോശപ്പൊടികളും അരിപ്പൊടി, ഗോതമ്പ് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സ്പൈസസ് ഒരുവിധം ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സാറ് ബേസിക്കലി ബിസിനസ്സുകാരനാണോ? അല്ലല്ല, ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അതെ അതെ അതെ. സാറും ഇപ്പോൾ ഇൻവോൾവ്ഡ് ആണ്? റിട്ടയർ ചെയ്തതിന് ശേഷം 2015 റിട്ടയർ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ വൈഫിനോടൊപ്പം കുറച്ച് പണിക്കാരും ഉണ്ട്, ഒരു 5-8 പണിക്കാരും ഇപ്പോൾ ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. മാഡം, അങ്ങനെ ഞങ്ങൾ SKയുടെ അടുക്കള വരെ എത്തി. മാഡത്തിനെ കുറിച്ച് മാഡത്തിന്റെ ഹസ്ബൻഡ് പറഞ്ഞതേ, മാഡം നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഭക്ഷണം വെക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഈ SK എന്നുള്ളൊരു കമ്പനി തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ വന്നപ്പോൾ ഒരു ലോഡ് പുട്ടുകുറ്റിയിരിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇതൊക്കെ മാഡം ഉണ്ടാക്കി കഴിക്കുന്നതാണോ? ഇതെല്ലാം ഞങ്ങൾ ഓരോ ദിവസം വെറൈറ്റി ഒക്കെ ആയിട്ട് ആക്കും. ഇതിലിപ്പോൾ വെച്ചിരിക്കുന്നത് ചോളത്തിൻ്റെ പുട്ടുപൊടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ പുട്ട്, റാഗിയുടെ പുട്ട്, മിക്സഡ് മില്ലറ്റ് പുട്ട്, കുതിരവാലി അല്ലെങ്കിൽ ബന്യാട് മില്ലറ്റ്. അതാ ഈ ഇതിൽ ഈറ്റയുടെ മുളയുടെ ഇതിൽ വെച്ചിരിക്കുന്നത് ആ പുട്ടുപൊടിയാണ്. 5 തരം പുട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 9 തരം ഉണ്ട്. ശരി. നമ്മുടെ SKയിലുണ്ട് 9 തരം ഉണ്ട്. 5 തരമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കും. അതെ, അത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഓക്കെ. അപ്പോൾ മാഡം, നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഏതാണ്? അടുത്ത പ്രൊഡക്റ്റ് നമ്മളിവിടെ SKയുടെ SKയിൽ ഉണ്ടാക്കുന്ന വെള്ളയപ്പമാണ്. ഈസി മേക്ക് വെള്ളയപ്പം എന്നാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും അതിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ഈ പൊടി പാക്കറ്റ് പൊട്ടിച്ച് അതിലൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് പച്ചവെള്ളത്തിൽ കലക്കി മിക്സിയിൽ അടിച്ച് വയ്ക്കുക. കെടുക്കാൻ നേരത്ത് രാവിലെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. നാളികേരം ചേർക്കണ്ട, കുറുക്കി കൂട്ടണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനത്തെ പണികൾ മാത്രം ചെയ്താൽ മതി. സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ മാഡം, നമ്മൾ പുട്ടുണ്ടാക്കി വെള്ളപ്പം ഉണ്ടാക്കി. അടുത്ത എന്താ പരിപാടി? അടുത്ത SKയുടെ പ്രൊഡക്റ്റ് തന്നെയായിട്ടുള്ള മിക്സഡ് മില്ലറ്റ് ദോശപ്പൊടി. ആ ദോശപ്പൊടി കൊണ്ടുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ചാമ, തീന, അതുപോലെ തന്നെ യവം, മറ്റേ ബന്യാട് മില്ലറ്റ്, ബ്രൗൺ ടോപ്പ്, അതുപോലെ വെള്ളമണിച്ചോളം, ചുവന്ന മണിച്ചോളം, മഞ്ഞച്ചോളം, അങ്ങനെ എല്ലാം കൂടി റാഗി എല്ലാം കൂടെ നമ്മളതിനെ ഒരു ഇത്ര സമയം ഉണ്ട്. അത്ര സമയം നമ്മളതിനെ സോക്ക് ചെയ്ത് വെച്ച് ഡ്രയറിൽ നമ്മളതിനെ ഉണക്കി റോസ്റ്റ് ചെയ്ത് പൊടിച്ച് തയ്യാറാക്കുന്ന ദോശയുടെ പൊടിയാണ്. അതിന് നമ്മൾ ഉഴുന്ന് കൂട്ടി ദോശ ഉണ്ടാക്കും. ഇത്ര സാധനങ്ങൾ. അതാണ് മിക്സഡ് മില്ലറ്റ് എന്ന് പറയുന്നത്. എല്ലാം കൂടി ചേർന്നിട്ടുള്ളത്. ഈ മിക്സഡ് മില്ലറ്റ് കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇതിൽ തന്നെ ചേർത്തിട്ടുള്ള യവം അല്ലെങ്കിൽ കോഡോ മില്ലറ്റ് എന്ന് പറയുന്നതിൻ്റെ ദോശ മിക്സ് ഉണ്ട്. അതുപോലെ തന്നെ തിന, അതിൻ്റെ ദോശ മിക്സ് ഉണ്ട്. പിന്നെ റാഗി, അതിൻ്റെ ദോശ മിക്സ് ഉണ്ട്. പിന്നെ അരിയുടെ ദോശ മിക്സ്. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ദോശയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇത് കഴുകാനായിട്ട് ഇട്ടിരിക്കുന്നത് ചോളാണ്. അത് നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. അതിപ്പോൾ കഴുകുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 കിലോ 25 കിലോ കൊള്ളുന്ന മെഷീനാണിത്. 20 കിലോ നമ്മളിതിൽ ഇട്ടിപ്പോൾ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. വാഷ് ചെയ്ത് കൊണ്ടുവന്ന ചോളം നമ്മൾ സ്റ്റീമറിൽ കയറ്റാനുള്ള ട്രേയിലേക്ക് ഇടുകയാണ്. ഓരോ ട്രേയിലും 5 കിലോ വീതം നമുക്കിടാം. അപ്പോൾ 4 ട്രേയിലേക്ക് നമ്മൾ മാറ്റുകയാണത്. അപ്പോൾ നമ്മൾ ട്രേയിൽ ഇട്ട ചോളത്തിനെ നമ്മൾ സ്റ്റീമറിലേക്ക് കയറ്റാൻ പോവാണ്. ഈ സ്റ്റീമറിൽ 40 കിലോ ചോളം നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിലിപ്പോൾ നമ്മൾ 20 കിലോ ചോളം ഇതിൽ കയറ്റാനായിട്ട് പോവാണ്. ഏകദേശം 1 മണിക്കൂർ വേണ്ടി വരും ഇതായി വരാനായിട്ട്. ആവി വന്നതിന് ശേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
25-30 മിനിറ്റ് മതി. വെള്ളം തിളച്ച് ഇത് മൊത്തമായി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറോളം പിടിക്കും. സ്വിച്ച് ഓണാക്കുക. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ, വെള്ളം തിളയ്ക്കാത്ത കാരണം 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് ട്രേയിലേക്ക് നമുക്ക് സ്റ്റീം ചെയ്തതിനെ കൊട്ടാം. ഇത് നമ്മളുടെ ഡീഹൈഡ്രേഷൻ ഡ്രയറാണ്. മിളക്, മല്ലി, മഞ്ഞൾ, ഗോതമ്പ്, റാഗി അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉണക്കാം. ഇതിൽ ഉണക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും കളറ് മാറില്ല. അതേ കളറിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നമുക്ക് 24 ട്രേ ഉണ്ട്. 12 ട്രേ ഇപ്പുറത്തും 12 ട്രേ ഇപ്പുറത്തുമായിട്ട് ഉള്ളതാണ്. ഇതിലിപ്പോൾ ഒരു ഭാഗത്ത് ഇതിൽ നമുക്കൊരു 10 കിലോ 11 കിലോൻ്റെ അടുത്ത് വരെ മിളക് ഇടാം. അത്രയും തന്നെ മല്ലിയ, ഗോതമ്പ എന്താണെങ്കിലും അതേ രീതിയിൽ നമുക്ക് ഒരു ഭാഗത്ത് ഇടാം. 2 ഭാഗത്തും കൂടി ആകുമ്പോൾ ഒരു 10-25 കിലോൻ്റെ അടുത്ത് ഇടാൻ സാധിക്കും. ഇതിപ്പോൾ ഇന്നലെ കഴുകി കയറ്റി ഇട്ടതാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മിളക് കഴുകി കയറ്റി ഇട്ടിരിക്കുന്നതാണ് ഞങ്ങളത്. മിളക് ഇതേ കണ്ട. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല വൃത്തിയിൽ സാധനങ്ങൾ കഴുകി ഉണക്കിയിട്ട് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രയർ നമ്മൾ വാങ്ങിച്ചത്. കാരണം മഴക്കാലമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഉണക്കാനായിട്ട് സാധിക്കില്ല, ഉണങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രയർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നിങ്ങോട്ട് വന്ന് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ശബ്ദം ഇതായിട്ടുള്ള അത്രയും ഇതായിട്ട് ഉണങ്ങി നമുക്ക് നന്നായി കിട്ടും. മിളക് എന്തേ എന്താ ഒടിച്ചാലിങ്ങനെ ഒടിയണ സൈസാണ് മിളകൊക്കെ നമുക്ക് കിട്ടുക. SK കമ്പനിയിൽ ഏകദേശം 40ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ അരിപ്പൊടി, അതുപോലെ തന്നെ വിവിധതരം പുട്ടുപൊടികൾ, അതുപോലെ വിവിധതരം ദോശപ്പൊടികൾ, മില്ലറ്റിൽ തയ്യാറാക്കിയ ഹെൽത്ത് മിക്സ്, അതോടൊപ്പം വെള്ളയപ്പത്തിൻ്റെ പൊടികൾ, റാഗിയുടെ പൊടി, റാഗിയുടെ വെള്ളയപ്പം, ഇത്തരം ഐറ്റങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. കൂടാതെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, സാമ്പാർ, ചിക്കൻ മസാല, ഗരം മസാല അത്തരത്തിലുള്ള ഐറ്റങ്ങളും നമ്മുടെ SK കമ്പനിയിലുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് ഹെൽത്ത് മിക്സാണ്. അതിൽ നമ്മൾ തയ്യാറാക്കുന്നതിൽ ചാമ, തിന, വരക്, അതുപോലെ തന്നെ ബ്രൗൺ ടോപ്പ്, പിന്നെ വെള്ളമണിച്ചോളം, ചുവന്നമണിച്ചോളം, മഞ്ഞച്ചോളം, റാഗി എല്ലാം ചേർക്കുന്നതോടൊപ്പം തന്നെ ചെറുപയർ, മുതിര, ഇതൊക്കെ ഒരു അളവുകളുണ്ട് കേട്ടോ. ആ അളവുകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഗോതമ്പിൻ്റെ നുറുക്ക് ഇതെല്ലാം നമ്മൾ സോക്ക് ചെയ്യും. ഇത്ര മണിക്കൂർ സോക്ക് ചെയ്യണമെന്നുണ്ട്. 8 മുതൽ 10-12 മണിക്കൂർ വരെ സോക്ക് ചെയ്തതിന് ശേഷം അതിനെ കഴുകി നമ്മുടെ മെഷീനിൽ കഴുകി എടുത്തിട്ട് ഡീഹൈഡ്രേഷൻ മെഷീനിൽ നമ്മളതിനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഉണക്കിയതിന് ശേഷം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, കപ്പലണ്ടി, പൊട്ടുകടല, ഏലക്കായ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് നമ്മളതിനെ പൊടിക്കണത്. ഈ പ്രൊഡക്റ്റ് ചെറിയ 8 മാസം പ്രായമായ കുട്ടികൾ മുതൽ വലിയവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാം. നല്ല മൂവിങ് ഉള്ളൊരു പ്രൊഡക്റ്റാണത്. പിന്നെ നമ്മുടെ കമ്പനിയിലുള്ളത് വെള്ളയപ്പത്തിൻ്റെ പൊടിയാണ്. ആ വെള്ളയപ്പത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ വട്ടയപ്പത്തിൻ്റെ പൊടിയുണ്ട്. റാഗിയുടെ വെള്ളയപ്പമുണ്ട്, റാഗിയുടെ വട്ടയപ്പമുണ്ട്. ഈ വെള്ളയപ്പത്തിൻ്റെ പൊടിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാലൊന്നും ചേർക്കണ്ട, കുറുക്കി ചേർക്കണ്ട. നമുക്ക് ആ പൊടി എടുത്ത് പാക്കറ്റിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മിക്സിയിലടിച്ച് രാവിലെ ഉണ്ടാക്കാം. കിടക്കാൻ നേരത്തെ അടിച്ച് വെച്ചാൽ മതി. സ്ത്രീകൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്നതാണ്. കാരണം നാളികേരപ്പാൽ പിഴിഞ്ഞ് കുറുക്കിയൊക്കെ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ളയപ്പമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള വിവിധതരം പുട്ടുപൊടികളിൽ എല്ലാ പുട്ടുപൊടികളും നമ്മൾ സ്റ്റീം ചെയ്ത് ഇട്ടാണ് തയ്യാറാക്കുന്നത്. അതിൽ ഗോതമ്പിൻ്റെ പുട്ടുപൊടിയും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാൻ വരുന്ന ആളുകളോട് നമ്മൾ പറയാറുണ്ട്, ഗോതമ്പിൻ്റെ പുട്ടുപൊടി കൊണ്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കണുണ്ട് എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണേ? സാധാരണ ഗോതമ്പിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് നനച്ചിട്ട് ഉണ്ടാക്കണേന്ന് പറയും. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ നിർബന്ധിച്ച് അവർ കൊടുത്തയച്ച് കഴിഞ്ഞാൽ അവരത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും. പിന്നെ നനയ്ക്കാനും ബുദ്ധിമുട്ടില്ല. 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് അത് നനച്ച് വെച്ച് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ അടുത്ത ആളുകളോട് പറയും, ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച ഗോതമ്പിൻ്റെ പുട്ട് നല്ല പുട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇവിടേക്ക് ആൾക്കാരത് അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും ഇപ്പോൾ വീട്ടിൽ നല്ല മൂവിങ് ആണ്. കടകളിലും നമ്മൾ കൊടുത്തയക്കുന്നുണ്ട്. പക്ഷേ വീടുകളിൽ എല്ലാവരും വന്നിട്ട് വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട്.
നമ്മുടെ ഇവിടെ ഏകദേശം 40ഓളം പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ കുറച്ച് മൂവിങ്ങുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി നല്ല മൂവിങ്ങാണ്. കാരണം അത് വിദേശത്തേക്ക് പോകുന്നവരെല്ലാവരും നമ്മുടെ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. നമ്മൾ ചെമ്മീൻ വാങ്ങിച്ച് അതിനെ ഉണങ്ങിയ ചെമ്മീൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ വൃത്തിയാക്കി കഴുകി ഉണക്കി നമ്മുടെ ഡ്രയറിൽ ഉണക്കിയതിന് ശേഷം പിന്നെ അത് റോസ്റ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ നാളികേരവും വേപ്പിലയും ഇതെല്ലാം കൂട്ടി വറുത്ത് ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല പ്രൊഡക്റ്റാണ്, എല്ലാവരും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. അത് ഗൾഫിലേക്കും ഒക്കെയാണ് കൂടുതലായിട്ട് അത് കൊണ്ടുപോകുന്നത്. SK കമ്പനിയുടെ പ്രത്യേകതയായിട്ടുള്ളത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അവലൂസ് പൊടിയാണ്. അവലൂസ് പൊടി ഞങ്ങൾ വിറകടുപ്പിലാണ് വറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് നന്നായി സെയിലുള്ളതും അവലൂസ് പൊടി തന്നെയാണ്. ഞങ്ങളുടെ ഹൈലൈറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവലൂസ് പൊടി തന്നെയാണ്. നമ്മൾ വിറകടുപ്പിൽ വറക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുള്ള കാരണം എല്ലാവരും അത് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മളിപ്പോൾ പുതിയൊരു ഐറ്റം ഇറക്കിയിരിക്കുന്നതാണ് റാഗി കൊണ്ടുള്ള അവലൂസ് പൊടി. കാരണം അരിയുടെ അവലൂസ് പൊടി ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ റാഗി ഒരു ഹെൽത്തി ആണല്ലോ. ആ ഹെൽത്തി പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ റാഗിയുടെ അവലൂസ് പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതും നല്ല മൂവിങ് ഉള്ളതാണ്. ഇത് ഈ കഴുകി നമ്മൾ ഈ മെഷീനിൽ തന്നെ ഇട്ട് കഴുകിയതാണ്. ഇത്തിരി നേരത്തെ കഴുകിയെന്നുള്ള ആ കഴുകി വാരി വെച്ചിരിക്കുന്ന അവലൂസിനുള്ള അരിയാണിത്. ഇനി ഇത് പൊടിച്ച് അവലൂസിൻ്റെ പണികൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അത് കഴുകി വെച്ചു ഞങ്ങൾ. ഇത് നമ്മുടെ നാളികേരത്തിൻ്റെ ചിരട്ട പൊട്ടിക്കുന്ന മെഷീനാണിത്. അവലൂസ് പൊടി വറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നാളികേരം ഉടച്ച് മെഷീനിൽ ചിരകലായിരുന്നു. പക്ഷേ ചിരകാനൊക്കെ കുറേ സമയം എടുക്കുകയും ചെയ്യും. ഇപ്പം നമുക്ക് കൂടുതൽ അവലൂസ് പൊടിയുടെ ഓർഡർ വന്ന കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു മെഷീൻ വാങ്ങിച്ചു. ഈ മെഷീനിൽ നമ്മൾ ഈ നാളികേരം എടുത്തിട്ട് ഇതിൻ്റെ മൂട് ഇവിടെ നിന്നിങ്ങനെ പൊട്ടിക്കും. അതിനുശേഷം ഇപ്പുറത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ചിരട്ട മുഴുവനും പൊട്ടി ഉണ്ടയായിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മളത് കഴുകി അപ്പുറത്ത് കട്ട് ചെയ്യണ മെഷീനുണ്ട്, അതിൽ കട്ട് ചെയ്ത് ചിരകുന്ന മെഷീനുണ്ട്, അതിലിടും. അപ്പോൾ ഒരു 10-20-15 മിനിറ്റിനുള്ളിൽ ഈ പരിപാടികളൊക്കെ നമുക്ക് കഴിയും. അപ്പം നമ്മൾ നാളികേരം അവിടെ നിന്ന് കഴുകി കൊണ്ടുവന്നു. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണാക്കി. ആ കട്ടാക്കിയതിന് നമ്മൾ ഒന്നും കൂടെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അതിൽ നാളികേരം ചിരകി ഇതിലിട്ട് അവലൂസ് പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടി എള്ള്, ജീരകം, ഉപ്പ്, ഉള്ളി എല്ലാം ചേർത്ത് പൊടിയും നാളികേരവും എല്ലാം ചേർത്ത് നമ്മളിപ്പോൾ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരുമ്മിയതിന് ശേഷം നമ്മൾ അവിടെ വിറകടുപ്പിൽ ആണ് വറക്കുന്നത്. തിരുമ്മി കഴിഞ്ഞിട്ട് വേണം അതിലിട്ട് വറക്കാനായിട്ട്. നമ്മൾ നേരത്തെ കുഴച്ച ആ അവലൂസ് പൊടിയുടെ മാവ്, അവലൂസ് പൊടി നമ്മൾ മെഷീനിൽ ഇടാൻ പോവാണ്. വിറകടുപ്പിലാണ് നമ്മൾ അവലൂസ് വറക്കണത്. കാരണം അതിൻ്റെ പാകത്തിനുള്ള തീയും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വിറകടുപ്പിൽ തന്നെ വറക്കണം. അപ്പോഴാണ് പഴയ ട്രഡീഷണലായിട്ട് നമ്മൾ വറക്കുന്ന രീതിയിൽ നമുക്ക് ആ അവലൂസ് പൊടി കഴിക്കാനായിട്ട് പറ്റുള്ളൂ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞങ്ങളുടെ അവലൂസ് പൊടിക്ക് എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പിൽ വറക്കുന്നത് കൊണ്ട് തന്നെ. മെഷീനിലാവുമ്പോൾ അത്രയും അങ്ങോട്ട് പോരാ. എന്ന് വെച്ചാൽ കളറൊക്കെ അതേപോലെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിൽ വിറകിലാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീ അതിൻ്റെ പാകത്തിന് വെക്കണം, കരിയാൻ പാടില്ല, വല്ലാണ്ട് ചൂട് കൂടി പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മുടെ SK കമ്പനിയിൽ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുട്ടുപൊടികൾ എല്ലാം 1/2 കിലോൻ്റെ പാക്കറ്റാക്കിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അരിപ്പൊടി അതൊക്കെ കൂടുതലുണ്ട്. അതായത് 5 കിലോ വേണ്ടവർക്ക് 5-10 അങ്ങനെ ബൾക്കായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റ് ചമ്മന്തിയുടെ പൊടികൾ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് 50 മുതൽ 1 കിലോൻ്റെ വരെ കൊടുക്കുന്നുണ്ട്. അത് ചെറിയ ചെറിയ പാക്കറ്റാക്കി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ബോട്ടിലായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയാലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ കമ്പനിയിലത്തെ പ്രൊഡക്റ്റുകൾ ബൾക്കായിട്ട് റെസ്റ്റോറൻറ്റുകളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട് നമ്മളുണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും. അതുകൊണ്ട് വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. SK കമ്പനി ഇത്രയും ഉയർച്ചയിലെത്താനുള്ളൊരു പ്രധാന കാരണം ഞങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ്. ആദ്യം 2 ആളിൽ നിന്ന് തുടങ്ങി ഇപ്പം നമുക്ക് 8ഓളം സ്റ്റാഫുകളുണ്ട്. എല്ലാവരും ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ്. ഇവിടെ ഓണർ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എൻ്റെ പേര് ജയന്തി. ഞാൻ ഈ മില്ലിൽ തുടക്കം തൊട്ടുണ്ട്. ഇത്ര വർഷങ്ങളായി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ഞങ്ങൾ ഇത് മിനി, ഇത് നീതു, അത് ഷിജി, അത് അനീഷ, പിന്നെ സുരേഷ്, കണ്ണൻ, വിബി, മൂന്നാൾ വേറെ അവരൊക്കെ പുറത്തേക്ക് പോയി കൊടുക്കണ്.
പിന്നെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ചിട്ടാണ്, പണിയാണെന്ന് തോന്നുന്നില്ല. എല്ലാവരും അത് നടന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഓരോന്ന് ചെയ്ത് അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം. പിന്നെ ഞങ്ങളുടെ സാധനങ്ങൾ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഒരാൾ വാങ്ങിച്ചു കൊണ്ടുപോയാൽ മറ്റാളോട് പറയുക, മറ്റാൾ അത് കൊണ്ടുവന്ന് മറ്റാളോട് പറയുക. അങ്ങനെ ഞങ്ങൾ അറിവിലൂടെയാണ് ആൾക്കാർ എത്തുന്നത്, അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു പരസ്യ കാര്യങ്ങളൊന്നും ഇല്ല. സാർ, നമ്മുടെ SK പ്രൊഡക്റ്റുകളുടെയൊക്കെ ഇപ്പോൾ സെയിൽസ് ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? സെയിൽസ് ഇപ്പോൾ ലോക്കലായിട്ട് പോകുന്നുള്ളൂ. നമ്മളൊരു 15-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നുള്ളൂ, സാധനങ്ങൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ കൂടുതലും ഇവിടെ വന്ന് വാങ്ങുകയാണ്, കസ്റ്റമേഴ്സ് ഇവിടെ വരികയാണ് വന്ന് വാങ്ങിച്ച്. ഇപ്പം നമുക്ക് വേറെ പരസ്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അവർ കൊണ്ടുപോയവർ ഭക്ഷണം കഴിച്ച് നല്ലതാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ വരിക, അങ്ങനെ വാങ്ങിക്കുക. അപ്പോൾ മറ്റു ജില്ലകളിലേക്കൊക്കെ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓൺലൈനിലായിട്ടോ അതിപ്പോൾ ഒരു 6 ദിവസം നമ്മുടെ വണ്ടി 6 റൂട്ടായിട്ട് പോകുന്നുണ്ട്. കടകളിൽ, അത്യാവശ്യം കടകളിൽ കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് മറ്റു ജില്ലകളിലേക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് കൊടുക്കാം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാധനങ്ങൾ കൊടുത്ത്. ഓൺലൈൻ സെയിലൊക്കെ എങ്ങനെയാണ്? ഓൺലൈൻ സെയിൽ ഇപ്പോൾ കാര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല, പക്ഷേ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ചെയ്യാൻ ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. എക്സിബിഷനിലും പോയിട്ടുണ്ട്. ഇപ്പോൾ എക്സിബിഷനിൽ പോയി നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അന്നേരം കൂടുതൽ നമുക്കിവിടെ വന്ന് രുചിച്ച് നോക്കി പ്രൊഡക്റ്റുകൾ വാങ്ങാം. അതാണ് നമ്മുടെ ശൈലി. അതെ 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 അതെ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.